അപ്പോൾ ദിസ് ഈസ് മൈ ആദ്യത്തെ വ്ളോഗ് ഭാരത. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അമ്മേനെയും കൂടെ പിടിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അമ്മ ഇവിടെ ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിനായിട്ട് അമ്മ ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്മ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ട് തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചപ്പരങ്കിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ മിക്സിയിലിട്ട് ഞാനത് ചതച്ച് വെച്ചു. അപ്പോഴേക്ക് അമ്മ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ, എന്നിട്ടാണല്ലോ അമ്മ ചില്ലി ചിക്കൻ ആക്കുന്നത്. അപ്പം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ പൊറോട്ട ഉണ്ടെന്നു, ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം എനിക്ക് ഇടയ്ക്കൊന്ന് വിശന്നു. അപ്പം നോക്കിയപ്പം കണ്ണും മൂക്കും ബിസ്ക്കറ്റ് കണ്ടു. എന്താ പറയുന്നത് വെച്ചാൽ വേറെ എന്തൊക്കെ ബിസ്ക്കറ്റ് വന്ന് പറഞ്ഞാലും ഇവൻ്റെ തട്ടൊന്ന് താണിരിക്കും. അപ്പോൾ ആണ് അമ്മ പറഞ്ഞേ ഇതൊന്നും കാണിക്കാണ്ട് നീ എൻ്റെ അടുക്കള കാണിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. പിന്നെ നമ്മൾ ആ ചിക്കൻ ആയതൊന്ന് കോരി മാറ്റി വെച്ചെടുത്തു. എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ടെടുക്കുന്നു. അങ്ങനെ ഫുള്ളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേറൊരു പാത്രം വെച്ചു. നമ്മൾ ഈ പൊരിക്കാനെടുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. അത് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ക്യാപ്സിക്കും തക്കാളിയും ഒക്കെ ഇടുക ഇനി വേണ്ടത്. അപ്പോൾ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ലോണം അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലെത്തുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സ്നേഹപ്രകടനം വെറുതെ ചുമ്മാ പട്ടിഷോ ഒന്നുമില്ല പ്രത്യേകിച്ച്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സല്ല. അപ്പോൾ ആൾ പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് കുളിച്ചിട്ട് വന്നു, അതാണ് ഡ്രസ്സ് മാറിയത്. പിന്നെ ഉള്ളി വഴണ്ടി വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പം ഇതിൻ്റെ സമയത്ത് തന്നെ അമ്മ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും കൂട്ടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. കുറച്ച് സമയം ഒന്ന് ഇതാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒന്ന് ആഡ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മൾ ചില്ലി ചിക്കൻ റെഡി. ഇനിയിപ്പോൾ ടേസ്റ്റിംഗ് ടൈമാണ്. എൻ്റെ അമ്മ ഒരു പ്രൊഫഷണൽ കുക്കായതുകൊണ്ട് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ എനിക്ക് പ്രെഡിക്റ്റബിളാണ്. എന്നാലും നിങ്ങളൊന്ന് കാണിപ്പിച്ച് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പൊറോട്ടയും ചില്ലി ചിക്കനും തിന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാനത് മൊത്തം കഴിച്ചു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.